മാസം തോറും 1000 രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം. മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 12,000 രൂപയുടെ സ്വർണം സ്വന്തമാക്കാം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. ഹയ മംഗല്യോത്സവ് 2025 2.5% മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എളങ്കൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് കനത്ത സുരക്ഷയൊരുക്കാൻ പോലീസ്. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ പോലീസ് സ്റ്റേഷനുകളെ ക്രമസമാധാന ചുമതലയുള്ള 2 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ 2 സബ് ഡിവിഷനുകളാക്കി തിരിച്ച് പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലാ പോലീസ് ഏർപ്പെടുത്തുന്നത്. വഴിക്കടവ്, എടക്കര, പോത്തുകൽ, നിലമ്പൂർ, പൂക്കോട്ടുംപാടം എന്നീ 5 പോലീസ് സ്റ്റേഷനുകളാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലുള്ളത്. നിലമ്പൂർ, പൂക്കോട്ടുംപാടം എന്നീ പോലീസ് സ്റ്റേഷനുകൾ നിലമ്പൂർ ഇലക്ഷൻ സബ് ഡിവിഷനാക്കി നിലമ്പൂർ ഡിവൈഎസ്പിയുടെ കീഴിലും, എടക്കര, വഴിക്കടവ്, പോത്തുകൽ എന്നീ പോലീസ് സ്റ്റേഷനുകൾ എടക്കര ഇലക്ഷൻ സബ് ഡിവിഷനാക്കി എടക്കര ഡിവൈഎസ്പിക്ക് കീഴിലും തരംതിരിച്ചിട്ടുണ്ട്. മണ്ഡലത്തിലെ 263 പോളിംഗ് ബൂത്തുകളെ പോലീസിന്റെ 17 ഗ്രൂപ്പ് പെട്രോളിംഗ് ടീമുമായി തരംതിരിച്ചിട്ടുള്ളതും ഓരോ ഗ്രൂപ്പ് പെട്രോൾ വിഭാഗത്തിലും 1 സബ് ഇൻസ്പെക്ടറും 2 പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടിട്ടുള്ളതുമാണ്. ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിലും 1 സബ് ഇൻസ്പെക്ടറും 3 പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന 2 വീതം ക്രമസമാധാന പെട്രോളിംഗ് വിഭാഗത്തെ നിയോഗിച്ചിട്ടുണ്ട്. കൂടാതെ 1 സബ് ഇൻസ്പെക്ടറും 4 പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന ദ്രുത പ്രതികരണ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് പെട്രോൾ ഓഫീസർമാർ അവരുടെ പരിധികളിലെ പോളിംഗ് ബൂത്തുകളിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിക്കായി എത്തിയെന്ന് ഉറപ്പുവരുത്തുകയും പോളിംഗ് സാമഗ്രികൾ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ച് പോളിംഗ് ബൂത്തുകളിലേക്കും പോൾ ചെയ്ത ഇവിഎമ്മുകൾ സുരക്ഷിതമായി തിരികെ റിസപ്ഷൻ സെന്ററുകളിലേക്കും എത്തുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ സ്വീകരിക്കുന്നതുമാണ്. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ 93 കെട്ടിടങ്ങളിലായി 263 പോളിംഗ് ബൂത്തുകൾ നിലവിലുണ്ട്. സിഐഎസ്എഫിന്റെ ഒരു കമ്പനി സേന കഴിഞ്ഞ 4-ാം തീയതി ജില്ലയിൽ എത്തിയിട്ടുണ്ട്. കൂടാതെ ഒരു കമ്പനി AP ബറ്റാലിയൻ സേനാംഗങ്ങൾ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി ജില്ലയിൽ എത്തിച്ചേരുന്നുണ്ട്. ആകെ 1200ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി നിയോഗിക്കും. മുമ്പ് മാവോയിസ്റ്റ് സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്ന സ്ഥലങ്ങളിലും മറ്റു പ്രത്യേക ശ്രദ്ധ ആവശ്യമായതുമായ ബൂത്തുകളിലും കേന്ദ്രസേനയുടെ പ്രത്യേക ബന്ധവസ് സ്കീം പ്രകാരം സുരക്ഷാ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ 7 ലൊക്കേഷനുകളിലായി 14 പോളിംഗ് ബൂത്തുകളെ ക്രിട്ടിക്കൽ ബൂത്തുകളായി പരിഗണിച്ച് CAPFന്റെ 40 സേനാംഗങ്ങളെ ഉപയോഗിച്ച് പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. സ്ട്രോങ് റൂം കേന്ദ്രമായ ചുങ്കത്ര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്നർ കോർഡൺ ഡ്യൂട്ടിക്കായി 1 പ്ലറ്റൂൺ CAPF സേനാംഗങ്ങളെയും ഔട്ടർ കോർഡൺ ഡ്യൂട്ടിക്കായി നിലമ്പൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 2 ഇൻസ്പെക്ടർമാരും 6 സബ് ഇൻസ്പെക്ടർമാരും 2 പ്ലറ്റൂൺ സായുധ സേനാംഗങ്ങളും ഉൾപ്പെടെയുള്ള പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. സംസ്ഥാന അതിർത്തിയായ വഴിക്കടവ് നാടുകാണിയിൽ തെരഞ്ഞെടുപ്പ് തീരുന്നതുവരെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസിന്റെ ചെക്ക് പോസ്റ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ 1 സബ് ഇൻസ്പെക്ടറും 3 പോലീസ് ഉദ്യോഗസ്ഥരും CAPF സേനാ വിഭാഗത്തിന്റെ സഹകരണത്തോടെ കർശന വാഹന പരിശോധന നടത്തി അനധികൃതമായി കടത്തിക്കൊണ്ടുവരുന്ന മദ്യം, മയക്കുമരുന്ന്, പണം മുതലായവ പിടികൂടി നടപടി സ്വീകരിക്കുന്നുണ്ട്. സൈബർ സെല്ലിന്റെയും സൈബർ പോലീസ് സ്റ്റേഷന്റെയും ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും നേതൃത്വത്തിൽ സൈബറിടങ്ങളിൽ പെട്രോളിംഗ് നടത്തി മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടോ എന്നും നിരീക്ഷിക്കുന്നുണ്ട്. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ശേഷം 3.45 കിലോഗ്രാം കഞ്ചാവ്, 0.3 mg MDMA, 13 ലിറ്റർ വിദേശമദ്യം, 29,04,100 രൂപ, 30 ലിറ്റർ വാഷ്, 2.44 ഗ്രാം ഹാഷിഷ് ഓയിൽ, 0.9 ഗ്രാം ഹെറോയിൻ എന്നിവ പിടികൂടി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കാളികാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ഒരു നാടൻ തോക്കിന്റെ ഭാഗങ്ങളും പിടികൂടിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ഈസ്റ്റ് ലൈവ്. സ്വർണ്ണ വ്യാപാര രംഗത്ത് 30 വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു. സംശുദ്ധ സ്വർണം, പരിശുദ്ധ സ്വർണം, അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ.